ശരത് സാർ, യെസ്. ദേവരാജ മാസ്റ്റർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? അതെ അതെ അതെ. അതിലെ ഒരാള് മാഷിന്റെ കൂടെ 25 ഇയേഴ്സ് കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫ്ലോറില്. അപ്പൊ നമുക്ക് മാഷിനെ കുറിച്ച് ആ 25 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. നമുക്ക് വെൽക്കം ചെയ്യാം അല്ലേ? ഗണേഷ് കുമാർ എന്നാണ് ചേട്ടന്റെ പേര്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഗണേഷ് ചേട്ടൻ. നമസ്കാരം. പാറു, എനിക്ക് ഇദ്ദേഹത്തെ വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ പരിചയമുണ്ട്. അയ്യോ, ഇത് നമ്മുടെ എല്ലാം എന്താ പറയുക, ചങ്കാണ്. കാര്യം നമ്മുടെ ഷോയ്ക്കൊക്കെ ഗണേഷ് സാറായിരുന്നു തബല. കുറെ സന്തോഷം. അത് മാത്രമല്ല, എന്റെ മാനേജറുടെ മാമനാണിത്. അപ്പൊ മാഷിന്റെ കൂടെ മാഷ് മാത്രമല്ലല്ലോ, നമ്മുടെ മോഹൻ ചിത്താര അണ്ണാച്ചിയുടെ ഒക്കെ അടുത്ത ആളാണ്. നമ്മളൊരു US ടൂറാണെന്ന് തോന്നുന്നു നമ്മൾ മൊത്തം അവിടെ കറങ്ങി അടിച്ചത്. അപ്പൊ ഇതിൽ ഈ ഗാംഗിലൊന്നും പെടാതെ ഒരു ശുദ്ധ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. അപ്പൊ ഈ ദേവരാജ മാഷിന്റെ കൂടെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കണ്ട. അതെ, 25 ഇയേഴ്സ് എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. 1980 എൻ്റെ വിശ്വാസം. നല്ല ഓർമ്മ കറക്റ്റ് ഇല്ല, എന്നാലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പിന്നെ റെക്കോർഡിംഗ് തിയേറ്റർ ഇനാഗുറേഷൻ, അതിലാണ് അന്ന് ഫസ്റ്റ് മാഷിൻ്റെ ഒരു തുരുത്തുന്നുള്ളൊരു സിനിമയുടെ ഈ ഉഷസന്ധ്യകളെ എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ഓർമ്മ. ആദ്യത്തെ റെക്കോർഡിങ് അവിടെ. അങ്ങനെയാണ് മാഷെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ മാഷിൻ്റെ പിന്നെ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ റെക്കോർഡിങ്, പിന്നെ മാഷ് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഉള്ള എല്ലാ റെക്കോർഡിങ്ങും അതിനെല്ലാം ഞാൻ തന്നെയാണ് എല്ലാവരും അറേഞ്ച് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ മറ്റേ മദ്രാസിൽ ചെയ്തതാണ് അഗ്രജൻ. അതാണ് ലാസ്റ്റ് മാഷോടെ ഇപ്പം ഉണ്ടായിരുന്ന പാട്ട്. ഓക്കെ, അല്ല ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു കേട്ടു മാഷ് കുറച്ച് ദേഷ്യക്കാരനാണ് റെക്കോർഡിങ് സമയത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ശരിക്കും അങ്ങനെയാണോ? നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. റെക്കോർഡിങ് സമയത്ത് എന്ന് പറയാൻ പറ്റില്ല. മാഷ് എല്ലാ രീതിയിലും ഉണ്ടാവും. സന്തോഷമായിരിക്കും, എപ്പോഴും നമ്മുടെ അടുത്തൊക്കെ നല്ല കോമഡിയൊക്കെ അടിക്കും. അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് തമാശ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മാഷക്ക് രാവിലെ കറക്റ്റ് മാഷ് 7 to 1 മദ്രാസിലെ രീതിയാണ്. 7 to 1, 2 to 9 2 ഗോൾ ഷീറ്റാണ്. അപ്പോൾ 7 to 1 എന്ന് പറയുമ്പോൾ കൃത്യം 7 മണിക്ക് അതിന് ആള് വരണം. അപ്പോൾ എന്നിട്ട് വന്ന് കയറി പറഞ്ഞാൽ മാഷ് എഴുത്ത് ആരംഭിക്കും. വയലൻസ്, ഫ്ലൂട്ട് എല്ലാം അങ്ങനെ എഴുതുവാണ്. അതൊരു 9 മണി വരെ പോകും അത്രയും എഴുത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെർക്കഷൻ നമ്മൾ പിന്നെ 9 മണിക്ക് വന്നാലും മതി. എന്നാലും 7 മണിക്ക് നമുക്ക് മാഷ് കാണുമ്പോൾ 7 മണിക്ക് വന്നാലേ മാഷ് പറഞ്ഞു വിടും. ആരാണെങ്കിലും തിരിച്ച് പറഞ്ഞു വിടും. അത് 10 മിനിറ്റ് ലേറ്റ് ആയാലും പറഞ്ഞു വിടും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒരാൾ ഇത്തിരി, അതായത് നമുക്ക് പെർക്കഷനല്ല. അപ്പോൾ ആദ്യ മാസത്ത് നമ്മൾ അറ്റൻഡൻസ് വെച്ചിട്ട് പുറത്ത് നമ്മൾ സംസാരിച്ചിരിക്കും. മറ്റേ വയലൻസ് ഒക്കെ എഴുത്തുകാരുടെ കഴിയുന്നവരെ അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഒരുമിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും ഒരുത്തൻ ലേറ്റായിട്ട് വന്നു, നമ്മുടെ പെർക്കഷൻ വായിക്കുന്ന ഒരാൾ വന്നപ്പോൾ ഇവൻ ഈ പറഞ്ഞ പോലെ അവൻ ലേറ്റായിട്ട് 8 മണിക്ക് വന്നു. എന്നാലും മാഷിൻ്റെ 8 മണിക്ക് വന്നു എന്ന് അറിയിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോകണ്ട, 9 മണിയാകുമ്പോൾ നമുക്ക് അതുകൊണ്ട് പിടിക്കുമ്പോൾ പോയാൽ മതി, ഇപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ആശാൻ ഈ പറഞ്ഞ പോലെ അല്ല, 8 മണിക്ക് ഒന്നും അറിയിക്കാൻ വേണ്ടി മാഷിങ്ങനെ ഹാർമോണിയം വെച്ചെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഈ പറഞ്ഞു ഈ ആശാൻ അവിടെ വന്നതൊക്കെ പുള്ളിക്കാരൻ ആദ്യമേ കണ്ടു. പുള്ളിയുടെ കണ്ണൊക്കെ മറ്റേ ഓന്തിൻ്റെ കണ്ണ് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പോകുന്നത് എന്നുള്ള ആ രീതിയിലാണ്. അപ്പം പുള്ളിയാണെങ്കിൽ മാഷ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ പറഞ്ഞാൽ അവിടെ നടന്ന് അവിടെ വന്ന് നിൽക്കുന്നു. മാഷ് ആള് വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു. അവസാനം മാഷ് എല്ലാം നിർത്തിയിട്ട് സമയം എത്ര ആയെന്ന് ചോദിച്ചു. വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞാൽ തിരിച്ചു പോകാൻ വണ്ടി കിട്ടുമോ? അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു പോ എന്ന് പറഞ്ഞു. അവൻ അകത്തോട്ട് കയറിയപ്പം അകത്തോട്ടല്ല പുറത്തോട്ടെന്ന് ഒരു കാര്യമില്ലാണ്ട് ആ സോങ് വായിപ്പിച്ചില്ല പുള്ളിയെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സോങ് മാത്രമേ വായിച്ചുള്ളൂ. ഗണേശേട്ടന് ചീത്ത കേട്ടിട്ടുണ്ടോ? എനിക്കങ്ങനെ എൻ്റെ അടുത്ത് എന്തുകൊണ്ടോന്നും എനിക്കറിയില്ല. ഇങ്ങനെ ചീത്ത അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ മാഷ് നല്ല എപ്പോഴും നല്ല സംസാരവും ഒക്കെയാണ് എപ്പോഴും. മാഷിൻ്റെ ഈ തമാശയൊക്കെ ഭയങ്കരമായിട്ട് തമാശ പറയും മാഷ്. ഈ പറയും പോലെ ഒന്നും അല്ല. ഓക്കെ,
ഇപ്പൊ ഒരുപാട് സോങ്സ് ഉണ്ട് ദേവരാജ മാസ്റ്ററുടെ, നമുക്ക് ഒന്നൊന്ന് പറയാനായിട്ട് പറ്റില്ല ഫേവറേറ്റ് എന്നുള്ളത്. എന്നാലും ഗണേശ് ഏട്ടന്റെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടോ? അല്ല, ഫേവറേറ്റ് ദൂരദർശന് വേണ്ടി ചെയ്ത ഒന്നിനെ ശ്രുതി താഴ്ത്തി ആ പാട്ട് ഞാൻ വായിച്ചാണ്. പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനത്തെ ഉണ്ട്. ശരിക്കും 85 ശേഷം മാഷ് നാട്ടിൽ വന്ന ശേഷം ഉള്ള പാട്ട് അത്രയും ഒരുവിധം തരങ്ങണിയുള്ള എല്ലാ പാട്ടുകളും നമ്മൾ ചെയ്ത് തന്നെയാണ്. ഈ കേരളത്തിൽ വന്നിട്ടുള്ള റെക്കോർഡിങ്ങിനെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള. അത് കുറേ സന്തോഷം. കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഇത് എൻ്റെ മാനേജർ അവൻ പറയാറുണ്ട് ഗണേഷ് സാറിനെ കുറിച്ച് എപ്പോഴും ഫുൾ ടൈം. അതുമല്ല എത്രയോ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ സെറ്റിൽ വന്നതിൽ കുറേ സന്തോഷം. പിന്നെ ചിത്ര ചേച്ചിയുടെ ബന്ധുവാണല്ലേ? അതെ, അതുണ്ട്. ചിത്രയോടെയും സ്ഥിരം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ 10 ഈ പീരീഡൊക്കെ ഏകദേശം ഒരുപോലെ വരും. എന്നാലും 10-25 കൊല്ലം ചിത്രയോടെയും ഓർക്കസ്ട്ര ഗാനമേളയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരസാധനം നമ്മളൊക്കെ അമേരിക്കൻ ടൂറൊക്കെ പോയിട്ടുണ്ട്. ഗണേശേട്ടൻ പാട്ട് പാടാറുണ്ടോ? പാട്ടൊന്നും പാടില്ല. പാട്ട് ഞാൻ പാടാറില്ല, ഞാൻ തബല മാത്രമേ ഉള്ളൂ. പെർക്കഷൻ എല്ലാം ചെയ്യും, ബോക്സ്. അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരു വേദിയിൽ വന്നതിലും മാഷിനെ കുറിച്ച് ഇത്രയും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷം ഗണേശേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.